നമ്മളൊപ്പം ഉള്ളത് ദേവാംഗി പി ഹരിയാണിപ്പോൾ. നമുക്ക് നേരത്തെ ചാണ്ടിയുമൻ അദ്ദേഹം കുട്ടികളുടെ പ്രകടനങ്ങൾ കാണാൻ, ഒപ്പം തന്നെ അവരുടെ ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ അവരോടൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി എത്തിയിരുന്നു. വളരെ തിരക്കുള്ള MLA ആണ്, നമുക്കറിയാം. 10:30 പുതുപ്പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം കുട്ടികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദേവാംഗി പി ഹരിയാണ് എന്നോടൊപ്പം ഉള്ളത്. ദേവാംഗി, ഏതൊക്കെയായിരുന്നു മത്സരം ഉള്ളത്? ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, ഗാനാലാപനം, സംഘഗാനം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും പെർഫോം ചെയ്തതിൽ കുട്ടികളുടെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൂടെ മത്സരിച്ച കുട്ടികളുടെയൊക്കെ കുഴപ്പമില്ല, നല്ല മത്സരമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്താ ഒന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഗാനാലാപനം. മുരളീ മാധവ മധുരനാഥ പാഹി പ്രഭോ സതതം അനുസരതി ത്വാം രാധിക മുഗ്ധപ്രണയിനി തവ രാധിക അനുസരതി ത്വാം രാധിക മുഗ്ധപ്രണയിനി തവ രാധിക മുരളീ മാധവ മധുരനാഥ പാഹി പ്രഭോ സതതം. നന്നായിരുന്നു മോളെ. ഈ പാട്ടിനൊരു സ്പെഷ്യൽ ഉണ്ട്. ഇത് എഴുതിയത് എൻ്റെ സ്കൂളിലെ ലത ടീച്ചറാണ്, സംസ്കൃതത്തിൻ്റെ. പിന്നെ ഇതിന് സംഗീതം കൊടുത്തത് എൻ്റെ സ്കൂളിൽ കുറച്ച് മുമ്പ് പഠിച്ചൊരു ചേച്ചിയുണ്ട്, അമൃതപ്രിയ എന്ന് പറഞ്ഞാൽ. ആ ചേച്ചിയുടെ അച്ഛനാണ് ആഡൂർ ബാലു എന്ന് പറഞ്ഞത്. പിന്നെ ഇത് പഠിപ്പിച്ചെന്നത് ബീന ടീച്ചറാണ്. ടീച്ചർ റിട്ടയർഡായി നമ്മളെ സ്കൂളിൽ നിന്ന്, മ്യൂസിക്കിൻ്റെ ടീച്ചറാണ്. പക്ഷെ എന്നാലും നമ്മളെ കൂടെ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക്. പിന്നെ ശാസ്ത്രീയ സംഗീതം എനിക്ക് പ്രേമരാജ മാഷാണ്, നമ്മൾ കണ്ണൂർ തന്നെയുള്ള. പിന്നെ കഥകളി സംഗീതം എനിക്ക് കലാനിലയ ഹരിമാഷാണ്, കൊയിലാണ്ടിയിലാണ്. അപ്പോൾ വേറൊരു വലിയ സന്തോഷ വിശേഷമൊക്കെ ഉള്ളത് കണ്ണൂർ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഈ അവസാന ദിവസമാണല്ലോ സ്വർണ്ണക്കപ്പ് ആരായിരിക്കും കൊണ്ടുപോകുക എന്നുള്ളത്. കോഴിക്കോടിന് 901 പോയിന്റും കണ്ണൂരിന് 897 പോയിന്റ്. ചെറിയ പോയിന്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. കണ്ണൂരിന്ന് മുന്നിൽ കയറുമോ? കയറും, ഇനി സമയമുണ്ടല്ലോ. അതാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ആ ഒരു പോസിറ്റിവിറ്റി, ഒപ്പം തന്നെ ഹാപ്പിനെസ് ഒക്കെയാണ് പങ്കുവെക്കുന്നത്. കോഴിക്കോട്ടുകാർ പറയുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾ കൊണ്ടുപോകും. കോഴിക്കോട്ടുകാർ പറഞ്ഞ സ്വർണ്ണക്കപ്പ് തൽക്കാലത്തേക്കാണ്, കൊല്ലത്തേക്ക് കൊടുത്തു വിട്ടെന്ന് വരെയാണ് അവർ പറഞ്ഞത്. പാലക്കാടുകാർ പറയുന്നു ഞങ്ങൾ കൊണ്ടുപോകും. കണ്ണൂരുകാർ പറയുന്നു, ഇപ്പം മോൾ ഉൾപ്പെടെ അതിന്റെ പ്രതിനിധിയാണ് ജില്ലയുടെ, പറയുന്നു ഞങ്ങൾ കൊണ്ടുപോകും. ഇദ്ദേഹം ആരാ? അനിയന്. പേരെന്താ വാവേ? അമൃതശ്രീയാൻ. ഒന്ന് പറയൂ. അമൃതശ്രീയാൻ. അമൃതശ്രീയാൻ. ചേച്ചി പാടിയ കേട്ടോ? ഭാവിക്ക് മത്സരിക്കണ്ടേ? ഭാവിക്ക് ഇതുപോലെയൊക്കെ സ്റ്റേജിലൊക്കെ കയറുന്ന പാട്ടൊക്കെ പാടണ്ടേ? വേണ്ടേ? അപ്പോൾ എന്തായാലും മോളെ, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് നിങ്ങൾ കുട്ടികൾ, അതിപ്പോൾ ഏത് ജില്ല എന്നൊന്നുമില്ല കേട്ടോ, എല്ലാവരും വന്ന് പെർഫോം ചെയ്തതിൽ ഭയങ്കര ഹാപ്പിയാണ്, വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ, എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളെയൊക്കെ ഒരുമിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് അവരുടെ എല്ലാ ഒരു കഴിവുകൾ നമുക്ക് കാണാൻ പറ്റുകയാണ്. അതാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷവും. ഞങ്ങൾക്കത് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ മോളെ താങ്ക് യു. അപ്പോൾ എന്തായാലും വളരെ നന്ദി നമ്മുടെ ഈ ഒരു ലൈവിലേക്ക് എത്തിയതിന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.